ഹായ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ സാധാരണ ലണ്ടനിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തിരുന്ന് അല്ല വീഡിയോ ചെയ്യാറ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എഡ്മണ്ടണിൽ വെച്ചിട്ട് ഞാൻ എടുക്കുന്ന ഫസ്റ്റ് വ്ളോഗാണ്. ടു ബി ഓണസ്റ്റ് വിത്ത് യു, കുറേ വീഡിയോസ് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാൻഡ് ചെയ്തപ്പോൾ ഉള്ള കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ മീൻ ഇവിടുന്നുമായിട്ട് കുറേ എണ്ണം. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഇത് പ്ലാൻ ചെയ്തപ്പോൾ വരുന്നു എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യണം, എങ്ങനത്തെയൊക്കെ വീഡിയോ എടുക്കണം, ഏതൊക്കെ രീതിയിലെടുക്കണം, എപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ ആയിരിക്കണം, ഇത്ര കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും നടന്നില്ല. ബിക്കോസ് ഞാനൊന്നും സെറ്റിൽ ഡൗൺ ആയിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. എൻ്റെ സ്ലീപ്പിംഗ് സൈക്കിൾ ഇതുവരെ സെറ്റായിട്ടില്ല. അതുകൊണ്ട് നല്ല റിലേ പോയി ഒട്ടും മൂടില്ലാതാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് മെയിൻ റീസൺ. ബിക്കോസ് ഞാൻ വരുന്നതിന് 2-3 ദിവസം മുമ്പ് തൊട്ടേ എൻ്റെ ഉറക്കം സെറ്റല്ലായിരുന്നു. ലൈക്ക് എനിക്കിടയ്ക്ക് പല്ലുവേദന ഒക്കെ വന്നു. ഒരു ക്യാവിറ്റി ഉണ്ട് കേട്ടോ ആക്ച്വലി. സോ അതിൻ്റെ നല്ല അടിപൊളി പെയിൻ എനിക്ക് അവസാനത്തെ 2-3 ദിവസം തന്നിട്ട് ഹാർഡ്ലി 3 hours ആയിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഉറക്കക്ഷീണം പ്ലസ് ഇങ്ങോട്ട് വന്നപ്പോൾ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലണ്ടനെക്കാട്ടിലും ഇവിടെ 2 hours ഡിഫറൻസേ ഉള്ളൂ. 2 hours നമ്മൾ പുറകോട്ടാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു സൈക്കിളിലോട്ട് എന്തോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കിത് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ 8-8:30 ആ സമയമായിട്ടുള്ളൂ. വേറെന്താ, ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഈസ് ഫൈൻ. അതും ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി മൈ ഫീൽഡ്. ഒരു കസ്റ്റമർ സർവീസ് ജോബാണ്. പക്ഷേ നമ്മൾ ആ എൻവയോൺമെൻറ്റുമായിട്ട് യൂസ് ടു ആവാനും അവിടുത്തെ കാര്യങ്ങളായിട്ട് യൂസ് ടു ആവാനും ഒബ്വിയസ്ലി ഇറ്റ് ടേക്സ് ടൈം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. തേർഡ് റീസൺ, എൻ്റെ സ്റ്റേ അങ്ങോട്ടൊന്നും സെറ്റായിട്ടില്ല. അപ്പം എനിക്ക് ഏറ്റവും ഇറിറ്റേഷനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാധനങ്ങൾ എനിക്കൊന്ന് ലൈക്ക് കൈൻഡ് ഓഫ് ഒരു റുട്ടീൻ എനിക്ക് ഉണ്ടാക്കിയെടുത്തില്ല. എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ഐ എം സൂപ്പർ ക്ലീൻ ഓർ ലൈക്ക് സൂപ്പർ ഓർഗനൈസ്ഡ് ഓർ എനിത്തിങ്. ബട്ട് ലൈക്ക് എനിക്കൊരു കൈൻഡ് ഓഫ് ഒരു റുട്ടീൻ വേണം. ഇപ്പോഴത്തെ എൻ്റെ ഒരു റുട്ടീൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഓർഗനൈസിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആകെപ്പാടെ 3 പെട്ടിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ പതുക്കെ ബാഗ് തുറന്നിട്ട് ബാക്കിയുള്ള തുണിയും കാര്യങ്ങളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് ലൈക്ക് അനങ്ങാണ്ട് അങ്ങനെയൊക്കെയാണ് സാധനം എടുക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓർഗനൈസ്ഡ് ഓർ എനിത്തിങ്. സോ അതുകൊണ്ട് ഒരു ചിക്ക് ഫീൽ ഉണ്ട് എനിക്ക്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് റൂട്ടീൻ ആവുന്നത് വരെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. സോ ദാറ്റ്സ് ദ മെയിൻ റീസൺ. സോ അങ്ങനെ ഒരു റുട്ടീൻ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു റുട്ടീനിൽ ഞാനൊന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് എന്നുള്ള സംഭവം നമ്മളൊന്ന് സീരിയസ് ആയിട്ട് എടുക്കും. എവിടെയെങ്കിലും എത്തോ ഇല്ലയോ എന്ന് തമ്പുരാനറിയാം. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും. പിന്നെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഞാൻ ലൈക്ക് ഐ ബി ഡൂയിങ് ഇറ്റ്, ഐ ഡു ഇറ്റ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുറേ നാളായി. പ്ലസ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് ആൻഡ് ഹെൽത്ത് കാർഡ് അപ്ലൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ സീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒൻറ്റാരിയോയിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു പ്രൊവിൻസിൽ വരുമ്പം, ഇപ്പം ബാക്കിയുള്ള പ്രൊവിൻസിലെ റൂൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആൽബർട്ടയിൽ റൂൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ സർവീസ് ഒണ്ടാരിയോ പോലെ ഇവിടെ ഒരു രജിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ ഒണ്ടാരിയോ ലൈസൻസ് അവർക്ക് കൊടുക്കണം, അവർക്ക് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ പഴയ ലൈസൻസോ പുതിയ ലൈസൻസോ ഏതൊക്കെ ഒണ്ടാരിയോ ലൈസൻസ് ഉണ്ടെങ്കിലും അതെല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് ആൽബർട്ട ഡ്രൈവേഴ്സ് ലൈസൻസ് ഇത് ചെയ്ത് തരും, ഇഷ്യൂ ചെയ്ത് തരും. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഫോർ ഹെൽത്ത് കാർഡ്, ഇപ്പം ഒണ്ടാരിയോയിൽ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. ബിക്കോസ് ഐ ഡിഡൻറ്റ് ഹാവ് എ ഹെൽത്ത് കാർഡ് ബാക്ക് ഇൻ ഒണ്ടാരിയോ. സോ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഹെൽത്ത് കാർഡ് എടുക്കുന്നത്. ഐ മീൻ കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഹെൽത്ത് കാർഡാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഇൻ ആൽബർട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രൂഫ് ഓഫ് അഡ്രസ്സ് കാണണം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലീസോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേ സ്റ്റബും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഡ്രസ്സിലാണ് വരുന്നത് അത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ്, അങ്ങനെ ഒരു പ്രൂഫ് ഓഫ് അഡ്രസ്സ് കാണണം. ഓർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ ഷുഡ് ബി ഫൈൻ ഐ ഗെസ്. അപ്പോൾ അങ്ങനെ ഒരു
പ്രൂഫ് ഓഫ് അഡ്രസ് പ്ലസ് നിങ്ങളുടെ സ്റ്റാറ്റസ്. ഇപ്പോൾ വർക്ക് പെർമിറ്റിലാണെങ്കിൽ വർക്ക് പെർമിറ്റ്, ഒറിജിനൽ വർക്ക് പെർമിറ്റ്, സ്റ്റഡി പെർമിറ്റ് ആണെങ്കിൽ ഒറിജിനൽ സ്റ്റഡി പെർമിറ്റ്, PR ആണെങ്കിൽ അങ്ങനെ PR കാർഡ് കാര്യങ്ങളൊക്കെ. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു ഫോം തരും. ആ ഫോമിലോട്ട് നമ്മുടെ ഹെൽത്ത് കാർഡ് ഇൻഫർമേഷൻ, ലൈക്ക് പേര്, നാളെ, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ഒരു ബേസിക് ഇൻഫർമേഷൻ അതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പരിപാടിയും കഴിഞ്ഞു. ഇറ്റ് ലിറ്ററലി ടുക്ക് മീ 10 minutes മാക്സിമം, അത്ര നേരം എടുത്തുള്ളൂ. ഇപ്പം നമുക്ക് കമ്പയർ ചെയ്തേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒൻറ്റാരിയോയിലായിരുന്നെങ്കിൽ ഇറ്റ് മൈറ്റ് ഹവ് ടേക്കൺ മോർ ദാൻ ദാറ്റ്. നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണം, അവിടെയാണെങ്കിൽ നീണ്ടു നിവർന്നൊരു ക്യൂ കാണും, അങ്ങനെയൊക്കെ. സോ എനിക്ക് തോന്നി അതൊരു ഇച്ചിരി കൂടി എളുപ്പമുള്ള പരിപാടിയായിരുന്നു. ലൈക്ക് നമുക്ക് ഒത്തിരി സമയം അവിടെ കളയേണ്ട വന്നില്ല. ഐ ആം സോ സ്ലീപ്പി. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. പക്ഷെ നമ്മൾ ഇപ്പം നേരെ വോൾമാർട്ടിൽ പോവാണ്. വോൾമാർട്ടിൽ മാത്രമല്ല, ഇവിടെ ആക്ച്വലി കിഡ്സിന് കൊയറും ഡാൻസും അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റിയുടെ കൂടെ വെറുതെ അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വെറുതെ വോൾമാർട്ടിൽ പോയി അല്ലാതെ ചിലർ ഷോപ്പിംഗ് ചെയ്തു. ഞാൻ പള്ളിയിൽ നിന്നൊന്ന് ഇറങ്ങിയതാട്ടോ. അവിടെ അവർ പാട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വെറുതെ നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. കുറേ നാളെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മൊത്തം. ബട്ട് ഐ വോണ്ട് ടു ഡു ഇറ്റ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ അങ്ങനെ കൊണ്ടുവിടാനും പിന്നെ ഷോപ്പിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടങ്ങ് പോയി. സോ അത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ആൽബർട്ടയിൽ വന്നിട്ട് ചെയ്ത 2 കാര്യം, വിച്ച് എവ്രി വൺ ഷുഡ് ബി ഡൂയിങ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വേറെ എന്താ, ഞാനിവിടെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. ഇപ്പോൾ വീട്ടുകാരുടെ കൂടെ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ പോകുന്നു. നത്തിങ് റോങ്. ലൈക്ക് ഐ വോണ്ട് സേ ഐ എം നോട്ട് ഹാപ്പി, ഐ എം സൂപ്പർ ഡിപ്രസ്ഡ് ഓർ anything, അങ്ങനെയൊന്നും പറയത്തില്ല. എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ് സോ ഫാർ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റുട്ടീൻ വരാൻ ഒരിച്ചിരി സമയം പിടിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം പിടിക്കും. പിന്നെ നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും എനിക്ക് ഈ സ്ഥലവുമായിട്ട് കുറച്ചുകൂടി ഫെമിലിയർ ആവാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഫെമിലിയർ ആയി കഴിയുമ്പോൾ ഐ ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇവെൻച്വലി. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ എൻ്റെ ഒൻറ്റാരിയോ തൊട്ടിട്ടുള്ള കുറേ വീഡിയോസ് എനിക്ക് ഇനി എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പഴയ വീഡിയോസൊക്കെ കണ്ടുവന്ന് വരും. അതൊക്കെ ഞാൻ 2-3 മാസം മുമ്പേ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാണ്ട് മടി പിടിച്ചിരുന്ന കുറേ വീഡിയോസാണ്. അതൊക്കെ ഇനി പതുക്കെ ആയിരിക്കും വരുന്നത്. കൺഫ്യൂഷൻ ആവരുത്. ഞാനിപ്പോഴും ആൽബർട്ടെ തന്നെയാണ്. അടുത്ത കാലത്തൊന്നും ഞാൻ ലണ്ടനിലോട്ട് പോകുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ മൈറ്റ് ലൈക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ റെക്കോർഡ് എ വീഡിയോ ആൻഡ് പോസ്റ്റ് ഇറ്റ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആൻഡ്
ബാക്കി ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നില്ല. കാര്യം ഇതെൻ്റെ ജോലിയൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെനിക്കൊരിക്കലും നമ്മളെ നിർബന്ധിച്ച് ചെയ്യണ്ടാത്ത സമയത്തും ലൈക്ക് തോന്നാത്ത സമയത്തും നമുക്കിങ്ങനെ കമ്പൽ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ വെൻ ഐ ഫീൽ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ, വെൻ ഐ ഫീൽ കംപ്ലീറ്റ്ലി ഇൻ എ ഗുഡ് റൂട്ടീൻ, അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബ് പരിപാടികൾ, പണ്ട് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നല്ലോ അത്രയും, പക്ഷേ ഇനിയും കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. എനിവേസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.